എക്സാം, എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് എടുക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ, എക്സാമിനെ പറ്റി ഒരു ഉദാഹരണമായിട്ട്, ഇത് കുറച്ച് മെനക്കെട്ട പണിയാട്ടോ, വളരെ സിമ്പിളല്ല. ഞാൻ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെയാണ്. പിന്നെ ഞാൻ കുറേ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്, എക്സാം. അപ്പോൾ എന്താണ് എക്സാം പാസ്സാവാനുള്ളൊരു ഘടകം? വേറൊന്നുമില്ല, നമ്മൾ ഏത് വിഷയമാണോ, which subject for to pass, try. ഏത് വിഷയം പാസ്സാവാനാണോ ശ്രമിക്കുന്നത്, ഇംഗ്ലീഷ്, ഹിന്ദി बोलने के लिए തമിഴ്, കന്നഡ, അങ്ങനെയുള്ള കുറേ ലാംഗ്വേജസ് പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു കാലം മെനക്കെടുണ്ട്. പക്ഷെ ചെറിയ ചെറിയ എക്സാമുകൾ ഉണ്ടാവും. 3 മാസത്തെ കോഴ്സ് ഉണ്ടാവും, 6 മാസത്തെ കോഴ്സ് ഉണ്ടാവും, വർഷങ്ങളോളം നിലനിൽക്കുന്ന കോഴ്സുകൾ ഉണ്ടാവും. ഈ കോഴ്സുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ, ഒരു IAS നേടണമെങ്കിലും IPS നേടണമെങ്കിലും ഡോക്ടർ ആവണമെങ്കിലും എഞ്ചിനീയർ ആവണമെങ്കിലും എക്സാമുകൾ, എൻട്രൻസുകൾ, പല പല പരീക്ഷകൾ മുന്നോട്ട് അതിൻ്റെതായ ശ്രമങ്ങൾ നടത്തന്നെയാണ്. ജയിക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ. ഒന്ന്, നിരന്തരമായ പ്രയത്നം, പിന്നെ കോൺഫിഡൻസ്, പിന്നെ സ്വപ്നം. അത് 3 ആവശ്യമാണ്. ഒന്ന് സ്വപ്നം വേണം, കോൺഫിഡൻസ് വേണം, പ്രയത്നം വേണം. അത് ഓരോരുത്തരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഏതിനെ എവിടെ കൊണ്ടുവയ്ക്കണം എന്നുള്ളത് അത് അവരവരുടെ ബ്രെയിനിൽ എവിടെ ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യും. സ്റ്റെപ്പ് 1, കറേജ്. ഇംഗ്ലീഷ് ചെറുത് തലേന്ന് ഇങ്ങോട്ട് വരുന്നില്ല, അറിയാനിട്ടല്ല, ഞാൻ അതിനുവേണ്ടി അത്ര പ്രാക്ടീസ് ചെയ്തിട്ട്. ഡ്രീംസ് ആൻഡ് ട്രൈ, കണ്ടിന്യൂസ് ട്രൈ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ 3 സംഭവം കറക്റ്റായിട്ട് കഠിനമായിട്ട് തലയിലിട്ടിട്ട് വർക്ക് ചെയ്യിച്ചു കഴിഞ്ഞാൽ, സ്വപ്നം, പ്രയത്നം ഉണ്ടായാൽ തന്നെ അതായിത്തീരും, ആ പരീക്ഷ പാസ്സായിത്തീരും. സ്വപ്നം വേണം, പ്രയത്നം വേണം, നിരന്തരമായ പ്രയത്നം, പിന്നെ കോൺഫിഡൻസോട് കൂടിയിട്ട് വേണം സ്വപ്നം കാണാൻ. ഉറങ്ങി സ്വപ്നം കാണില്ല, കോൺഫിഡൻസോട് കൂടിയിട്ട് വേണം പ്രയത്നിക്കാൻ. ഉറങ്ങി പ്രയത്നിക്കില്ല, സ്വപ്നത്തോടു കൂടിയുള്ള കോൺഫിഡൻസ് വേണം, പ്രയത്നത്തോടു കൂടിയിട്ടുള്ള കോൺഫിഡൻസ് വേണം. സ്വപ്നത്തോട് കൂടിയിട്ടുള്ള പ്രയത്നം, കോൺഫിഡൻസോട് കൂടിയിട്ടുള്ള, ഇത് കണക്റ്റഡ് ആണ്. ഈ കാര്യങ്ങൾ കറക്റ്റ് കണക്ട് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ ശ്രമിച്ചാൽ, ഞാനിത് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇത് പഠിക്കുന്ന മാഷിൻ്റെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, സംഗതികളായി വരുന്നുണ്ടെന്ന്. ഞാൻ കൂടുതലായിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് അല്ല ഇത് പ്രയത്നിക്കാൻ തുടങ്ങി, ജസ്റ്റ് ഒരു ടൈം പാസ്. ഇനി ഞാനിത് കോൺഫിഡൻസോട് കൂടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ എനിക്കിത് നന്നായിട്ട് ഇപ്പോൾ ഒരു സരിഗമ പദനിസ മാത്രം പഠിച്ചിട്ടുള്ള എനിക്ക്
ഒരു ടൈമുണ്ട്. ആ ടൈം അതിൻ്റെ ഉള്ളിൽ ഇതിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ഇതേ സംഭവം തന്നെ എക്സാമിന് വേണ്ടി IAS ആയാലും ശരി, IPS ആയാലും ശരി, ഡോക്ടർ ആയാലും ശരി, എഞ്ചിനീയർ ആയാലും ശരി, അതിന് വേണ്ട എൻട്രൻസിനാണോ എന്തിനാണോ ഏതിനാണോ ഈ 3 സാധനങ്ങളെ തലച്ചോറിലൊന്ന് ഇടുക. എന്നിട്ട് അതിന് വേണ്ട മരുന്നുകൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട സ്റ്റഡി ആൻഡ് പഠനവും പ്രയത്നവും സ്വപ്നവും എല്ലാം കൂടെ ഒന്ന് സമ്മിശ്രമായിട്ട് മുന്നോട്ട് എടുത്ത് തലയിലിട്ട് അതിന് വേണ്ട രീതിയിൽ തലച്ചോറിന് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടറാവാൻ ഉദ്ദേശിക്കുന്നവന് ഡോക്ടറാവാം, എഞ്ചിനീയറാവാൻ ഉദ്ദേശിക്കുന്നവന് എഞ്ചിനീയറാവാം, കളക്ടറാവാൻ ഉദ്ദേശിക്കുന്നവന് കളക്ടറാവാം. പക്ഷെ ഈ 3 സാധനം സ്വപ്നം കാണും. നമ്മൾ അബ്ദുൽ കലാം സാറ് പറഞ്ഞിട്ടുള്ളതാണ്, സ്വപ്നം കാണും, പ്രയത്നിക്കൂ, കോൺഫിഡൻസോടുകൂടി മുന്നോട്ട്. ഒരു തവണ PSC എഴുതി തോറ്റിട്ടുണ്ടാവാം, ഒരു തവണ എൻട്രൻസ് എഴുതി തോറ്റിട്ടുണ്ടാവാം. പക്ഷെ അത് എല്ലാവർക്കും ഒരേപോലെ ഫസ്റ്റ് ടൈമിൽ തന്നെ പാസ്സാവാൻ പറ്റിക്കൊള്ളുന്നില്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഞാൻ എല്ലാം കൊണ്ടും സക്സസ് ആയ ഒരു വ്യക്തിയായിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ബട്ട് ഇതിനെപ്പറ്റി കുറച്ചൊരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രം പറയും. Then try and dream. കോൺഫിഡൻസ്. അപ്പോൾ എക്സാം എന്ന് പറഞ്ഞ ഒരു കാര്യം അത് എന്തോ ആവട്ടെ, ഏതോ ആവട്ടെ പരീക്ഷ, അതിലേക്ക് ഈ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും നല്ല വിജയ ആശംസകൾ.